ഇതൊരു ചാവക്കാട് ട്രിപ്പാണ് കേട്ടോ. തികച്ചും യാദൃശികമായിട്ട് ഈ സൺഡേ ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നാ ശരി ഞാനും വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയ ഒരു ട്രിപ്പാണിത്. വണ്ടിയിൽ കയറിയതിന് ശേഷമാണ് ഇതിലുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ കാണുന്നത്. ഇത്ര ആരൊക്കെ വരുന്നുണ്ട് പോലും നമുക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ, ടൂർ എന്ന് പറഞ്ഞാൽ ചെറിയ ഡാൻസും പരിപാടികളൊന്നും ഇല്ലാണ്ട് ടൂറിനൊരു രസമില്ല. അപ്പം ഞങ്ങൾ തുടങ്ങി ഡാൻസ് തന്നെ ഫസ്റ്റ് തന്നെ തുടങ്ങി. ആ സമയത്താണ് നമ്മൾ പോകുന്ന വഴിയിൽ പാലയൂർ പള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പോൾ പാലയൂർ പള്ളിയിൽ നല്ല തീർത്ഥജലമൊക്കെ കിട്ടുന്ന കിണറുണ്ട്, പിന്നെ അതേമാതിരി അതിന് കുറേ ഐതിഹ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ കുറച്ചറിഞ്ഞ് പിന്നെ നമ്മുടെ ഗുരുവായൂർ വഴി പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആനക്കോട്ടയിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാര്യമല്ലേ. പക്ഷെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ മഴയത്ത് വന്നു, അപ്പോൾ പിന്നെ അത് എൻജോയ് ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ മഴയൊക്കെ കണ്ട് ചിറാപ്പുഞ്ചി മഴയത്ത് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആനയുടെ കൂടെ കുറച്ച് നേരമൊക്കെ നടന്ന് പിന്നെ ഫോട്ടോഷൂട്ടിന് നമ്മളെവിടെ പോയാലും ഒരു കമ്മി ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ആ ചാവക്കാട് ബീച്ച്, അതായത് പാമ്പിലേരെ അടുത്തുള്ളൊരു ബീച്ചാണ് കേട്ടോ അത്. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി. അതായത് നമ്മൾ ഭയങ്കര നൈസായിട്ടുള്ള സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ ഭംഗി നോക്കിയേ അല്ലേ, നൈസായിട്ടുണ്ട്. നമുക്ക് ഫോട്ടോഷൂട്ടിനും ഞങ്ങൾ ചെന്നപ്പോൾ പോലും കല്യാണ ഷൂട്ടിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഈ പറഞ്ഞ ഫാമിലേരെ അടുത്തുള്ള ബീച്ചിലേക്ക്, കാരണം ഫാമിലേരെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൂടി സമയം ഞങ്ങളുടെ പോകും. ഞങ്ങൾ ഇത്രയും സ്ഥലത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഇതാണ് ഫാമില്ല, ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല. തൊട്ടപ്പുറത്തുള്ള ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത്. ഇവിടെ ഫീസ് വരുന്ന ഒരാൾക്ക് 200 രൂപയാണ്. പിന്നെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങാൻ സമയം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് വേണമല്ലോ. അങ്ങനെ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും അടിപൊളി രസമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഏത് ഏജൊന്നൊന്നുമില്ല, വെള്ളം കണ്ട എല്ലാവരും ഒരേപോലെയാണല്ലോ. അപ്പോൾ ഈ ഒരു ചെറിയ ട്രിപ്പ് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. യാത്ര ചെയ്യാൻ മനസ്സ് മാത്രം മതി, പിന്നെ ഒക്കെ ശരി.